ശ്രീലാൽ, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഒരു നിരന്തര പോരാട്ടത്തിൻ്റെ ആവശ്യകത രാജ്യം ചൂണ്ടിക്കാട്ടുന്നു. അതിലേറ്റവും വലിയ ഈ വിജയത്തിൻ്റെ, ഇപ്പോഴത്തെ ഈ വിജയത്തിൻ്റെ മെസ്സേജ് ഉൾക്കൊള്ളേണ്ടത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണോ? പ്രത്യേകിച്ച് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. നാളെ പാർലമെൻറ്റിൽ ഈ പരീക്ഷാ ബില്ല് 6 മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർലമെൻറ്റിനകത്ത് രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരത്തെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കാനാകും? അമിത്ഷാ ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തണമെന്ന് രാജ്യസഭയിൽ ഇടതെമ്പിമാർ ആവശ്യപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊന്ന്, ഇന്ന് വൈകുന്നേരം CJP വക്താവ് വാർത്താ സമ്മേളനം നടത്തി. കപിൽ സിബലിനോടൊപ്പം, രാജ്യത്തെ വളരെ പ്രമുഖനായ നിയമവിദഗ്ധൻ കപിൽ സിബലിനോടൊപ്പം വാർത്താ സമ്മേളനം നടത്തി. ഉറപ്പുകൾ പാലിക്കാനുള്ളതാണ് സർക്കാർ നൽകിയ ഉറപ്പുകൾ എന്ന് അവർ പറയുന്നു. FIRകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. FIRകൾ പിൻവലിച്ചിട്ടില്ല. രാജ്യത്താകെ വലിയ യാതന നേരിടേണ്ടി വന്നതിൻ്റെ മുഴുവൻ കണക്കും ചെറുപ്പക്കാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങാൻ അവർ പുതിയ സംരംഭവുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ ചെറിയ കാര്യമല്ല. അപ്പോൾ പാർലമെൻറ്റ് നാളെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. CJP പുതിയ ലെവലിൽ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ പാർലമെൻറ്റിനകത്ത് സമീപിക്കും? ഇങ്ങനെ ഒരു പുതിയ നിലയിൽ ഗൗരവത്തോടെ കാണേണ്ട ചില ഭാഗങ്ങൾ ഇക്കാര്യത്തിലില്ലേ? അത് വിജയം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇതൊരു തുടക്കമായി. ഈ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം അവരെ കീഴടക്കാൻ പറ്റാത്ത ഏതൊരു വലിയ ഒരു സംഭവം, അല്ലെങ്കിൽ അവരൊരു പ്രസ്ഥാനമാണ്, അവരൊരു ശക്തിയാണ് എന്നുള്ള ഒരു ബോധം ഈ പറയുന്ന BJPക്കാർക്കും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനയും അങ്ങനെ ബോധവും ബോധ്യവും ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ബോധവും ബോധ്യവും എല്ലാമാണ് ജെൻസി പിള്ളേരുടെ മുന്നിൽ വീണുടഞ്ഞതെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആഘോഷിക്കപ്പെടേണ്ട വിജയം തന്നെയാണിത്. ഇതൊരു വിജയം തന്നെയാണ്. നാളെ ഇവർ തിരിച്ചു വരുമെന്ന് കരുതിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ വിജയം ഒട്ടും കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 2, തുടക്കത്തിൽ ഈ ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ സമരത്തെ തെറ്റായി കണ്ടു എന്നുള്ളതാണ് BJPയും ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളും മോദിയും അമിത്ഷായും എല്ലാം ചെയ്തത്. അതായത് ഞാൻ ഈ സമരം തുടങ്ങി ജൂൺ 24 സമയത്താണ് സമരം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 15-16 തീയതി, ഈ മാസം 15-16 തീയതി ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, ജന്തർ മന്ദിറിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സമരം ഏതാണ്ട് ഒരു സാധാരണ സമരം നിലയിലേക്ക് വീണു പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന SFI, ISA, ASFൻ്റെ ആ വേദിയിലേക്ക് JNU നിന്നും വിദ്യാർത്ഥികൾ, DU നിന്നും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനി എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അതിൻ്റെ പൊതുജനത്തിനിടയിലെങ്കിലും ഈ സമരത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ കുറഞ്ഞു വരുന്നു, അതിനോടുള്ള ഒരു സമീപനത്തിൽ വ്യത്യാസം വരുന്നു. അത് ഈ സമരം അങ്ങനെ വാടിപ്പോകുമോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ അന്ന് വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ ആ പറയുന്ന സമരവേദിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ സമരത്തിൻ്റെ വേഗം മാറുന്നു, സമരത്തിൻ്റെ ആവേശം മാറുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പക്ഷേ ഈ പാർലമെൻറ്റ് സമ്മേളനം ഇതിനിടയിൽ വരാതിരുന്നാൽ ഒരു പക്ഷേ ഈ സമരം ഇത്രത്തോളം ശക്തമാകുമോ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത്രത്തോളം ഇറങ്ങിച്ചെല്ലുകയോ ഇത്ര വലിയൊരു പ്രക്ഷോഭമായി മാറുകയോ ചെയ്യില്ലായിരുന്നു എന്നുകൂടെ ഒരു പക്ഷേ പറയേണ്ട അല്ലെങ്കിൽ അങ്ങനെ സംശയം പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന അന്ന് ഉണ്ടായ പാർലമെൻറ്റ് മാർച്ച്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സമരം എങ്ങനെ എത്തുമെന്നോ അല്ലെങ്കിൽ സമരം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ള തരത്തിൽ BJPക്കും അവരെ നയിക്കുന്നവർക്കും ചെറിയ തോതിൽ പരാജയം പറ്റി. അത് വിലയിരുത്തുന്നതിൽ എന്നൊരു സംശയമില്ല. അതുകൊണ്ടാണ് അത്ര വലിയ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് ആ സമരത്തെ അടിച്ചമർത്താൻ. പിള്ളേരില്ലേ, കുട്ടികളില്ലേ, ഇവരെ 1 വിരട്ടിയാൽ ഇവർ ഓടിപ്പോകും, 2 വിരട്ടിയാൽ ഇവർ പിന്നെ പുറത്തിറങ്ങില്ല, 2 അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ പ്രദേശത്തെ കാണില്ല. അതാണ് ഓർഗനൈസർ ഇപ്പോഴും പറയുന്നതാണ്. പിസയും ബർഗറും കഴിക്കാൻ എത്തിയവരാണ് സമരക്കാരെന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കൂട്ടരായി ഓർഗനൈസർ. BJPക്കകത്ത് ചേരിപ്പോര് രൂപപ്പെട്ടു എന്ന് വാർത്തകളിൽ വരുന്നത് ഒരുപക്ഷെ ശ്രീലാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. തെറ്റില്ല. ഓർഗനൈസറിന് അത് മനസ്സിലാകാതെ പോകുന്നതാണ്. കാരണം ഇവർ പിസയും ഈ പറഞ്ഞ ബർഗറും കഴിക്കുന്ന ജനത തന്നെയാണ്, അവർ തന്നെയാണ്, ജെൻസി പിന്നെ എന്താണ് കഴിക്കുക? ജെൻസി കഴിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കഴിക്കുന്ന പിള്ളേരാണ്. പക്ഷേ അങ്ങനെ കഴിക്കുന്ന പിള്ളേർ ഒരു വലിയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് നയിച്ച് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ 2 അടി കൊടുത്താൽ ഇവർ വീട്ടിൽ കയറി ഒതുങ്ങിക്കോളും. പിന്നെ നേരത്തെ ശ്രീ ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവരെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർ പുറത്തിറങ്ങില്ല. കാരണം ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെ അങ്ങ് താറടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർ പുറത്തിറങ്ങില്ല, ഇവരങ്ങ് മാളത്തിൽ ഒളിച്ചോളും എന്നുള്ളൊരു ധാരണയായിരുന്നു. ആ ധാരണയാണ് പൊളിഞ്ഞത്.
പെല്ലറ്റ് ഉപയോഗിച്ച് ഒരു സമരത്തെ അടിച്ചമർന്നു, അതും ദേശീയ തലസ്ഥാനത്ത് പെല്ലറ്റ് ഉപയോഗിച്ച് ഒരു സമരത്തിനെതിരെ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടുകൊഴിപ്പില്ലാത്ത സാധനമാണ്. മറ്റൊരു സംസ്ഥാനത്ത് ബീഹാറിലെങ്ങാണ്ട് AK-47 ഉപയോഗിച്ച് ഇവർക്ക് നേരെ വെടിവെക്കുന്നു. ഇതൊക്കെ ശ്രീലാൽ ബീഹാറിലാണ്. ബീഹാറിൽ AK-47 ഉപയോഗിക്കുകയാണ് യുവാക്കൾക്ക് നേരെ. അതുപോലെ ഹിന്ദു വീർ സേനയുടെ നേതാവാണ് UP-യിൽ വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ച് അടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നീട് വന്ന് അതിനെ അങ്ങ് ന്യായീകരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു സമരത്തെ, ഇത്രയും കിരാതമായ ഒരു സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ ഇതുവരെയും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഒരു പക്ഷേ ഇങ്ങനെ ഒരു അത് മറ്റൊരു സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് ആണ്. പക്ഷേ ഇത് നാട്ടിൽ ഈ ഡൽഹിയുടെ അത് കൊണോട്ട് പ്ലേസിൽ വെച്ചിട്ടാണ് ഈ പെല്ലറ്റ് ഉപയോഗിക്കുന്നത്. അത് എന്തൊരു വലിയ ക്രൂരതയാണ്, എന്തൊരു വലിയ ധൈര്യമാണ് ഇവർക്ക് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്. അടിയന്തരാവസ്ഥയുടെ സഞ്ജയ് ഗാന്ധി യുഗത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലേക്ക് ദില്ലി ഭരണം മാറി ആ നവഫാസിസത്തിൻ്റെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നതിന് വളരെ ശക്തമായ ഉദാഹരണമായി ഈ അന്നത്തെ ആ ലാത്തിചാർജ് മാറുകയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെയുള്ളത്, ഈ ഓർഗനൈസർ പറഞ്ഞാൽ ഒരു കാര്യം സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഈ പ്രക്ഷോഭം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തെ എങ്ങനെ സമീപിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിൽ നയിക്കുന്ന പാർട്ടിയിൽ വലിയ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന സംശയമില്ല. കോൺഗ്രസ് മാറി നിന്ന് കാഴ്ച കാണുകയായിരുന്നില്ലേ അതുവരെയും. ഏറ്റവും അവസാനം ആ പാർലമെൻറ്റ് മാർച്ചിൽ ഉണ്ടായ ഇത്ര വലിയ ക്രൂരമായ കിരാതമായ നരനായിട്ടുണ്ടായിട്ട് പോലും കോൺഗ്രസ് മാറി നിൽക്കായിരുന്നില്ല. അടുത്ത ദിവസം കോൺഗ്രസ് ഒറ്റയ്ക്ക് പോയിട്ട് സമരം ചെയ്യുകയല്ലേ ചെയ്തത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചേരുകയോ ചെയ്യാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. ഇത് ഒരു പൊളിറ്റിക്കൽ അതിർവരം കൊണ്ട് നിർത്തിൻ്റെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന സാധനമല്ല. BJPക്ക് സാധിക്കാത്തത് നമുക്ക് സാധിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ കോൺഗ്രസും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നത്. അതുവരെയും ഒറ്റയ്ക്ക് നിന്ന് സമരം ചെയ്ത് ഈ CJP എന്ന് പറയുന്നത് ഇതങ്ങ് കൊഴിഞ്ഞ് തീർന്നുകൊള്ളും എന്ന് കരുതിയ ഒരു ആയിരുന്നില്ല കോൺഗ്രസും ചെയ്തത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ആയാലും ശരി BJP ആയാലും ശരി ഈ സമരം എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഈ സമരത്തിൻ്റെ ശക്തി അളക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇപ്പോഴും BJP ചെയ്യുന്നത് അത് തന്നെയാണ്. BJP ഇത് ഒരു പിൻവാങ്ങൽ വേണ്ടി വന്നു, പക്ഷേ നമുക്ക് ഇനിയും ഇതിനെ നേരിടാമെന്നുള്ള ധാരണയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കേസുകൾ പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് കൊടുത്തത് പുതിയൊരു വഴിയാണ്. CJP എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമരം നടത്തി ഇപ്പോൾ FIRകൾ അവിടെ കിടന്നാലും സഹിക്കും. പക്ഷേ സഹിക്കാത്ത ഒന്നുണ്ട്. അവർ വലിയ തോതിൽ അധ്വാനിച്ച് വളരെ കാഴ്ചപ്പാടോടെ വളരെ ക്രിയേറ്റീവായി ഈ ചെറുപ്പക്കാർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുണ്ട്. അതൊക്കെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദില്ലി പോലീസ്. അതിലവർ ക്ഷമിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് അഭിനവ് ബിഷ്ത് ഈ സമര കേന്ദ്രത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഇട്ടിട്ടുള്ള വീഡിയോകൾ അയാളുടെ ഇൻസ്റ്റയിലൂടെ അസാമാന്യമായി വൈറലായി മുന്നോട്ട് പോയി. നിവൃത്തിയില്ലാതെ അവസാനം ദില്ലി പോലീസ് അത് സസ്പെൻഡ് ചെയ്തു. ഇപ്പുറത്ത് കേരളത്തിലേക്ക് വന്നപ്പോൾ പേളി മാണി വലിയ തോതിൽ ഒരു സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. അത് പെയ്ഡ് മാണി നാക്കുന്നതായിരിക്കും അത് ആ രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 5 ലക്ഷം പേരാണ് ഏറ്റവും അവസാനം കണ്ടൊരു വാർത്തയിൽ കണ്ട് അൺഫോളോ ചെയ്യുന്നു, അവരെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. ഈ രീതിയിലുമൊക്കെ ആളുകൾ വളരെ വിജിലൻ്റായി ഇതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ പ്രതികരണത്തിൻ്റെ പാറ്റേണേ മാറിപ്പോയി. അതിൻ്റെ ഗുണമെന്ന് പറയാം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പെയ്ഡ് ന്യൂസിലൂടെയും പെയ്ഡ് ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവരുടെ ഭാഷ ഇതാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇതിലൂടെയാണ്. ഈ ജെൻസി സംസാരിക്കുന്നത് ഈ സ്മാർട്ട് ഫോണിലൂടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. നമ്മൾ ഇപ്പോൾ BJP ആൾക്കാരെ ഇരുത്തി ഒരു കഥ പടച്ചുണ്ടാക്കി അതിനെ വിവിധ ഭാഷകളിലേക്ക് ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിവിധ ഭാഷകളിലേക്ക് മാറ്റി അത് ഫോർവേഡ് ചെയ്ത് മറ്റവ അങ്ങനെയല്ല. അവർ ഇതിലൂടെ ആണ് കാര്യങ്ങൾ പറയുന്നത്. അവർ എത്രയോ കാലങ്ങളായി കാര്യം പറയുന്നത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ചാനലിലൂടെയുമാണ്. അതുകൊണ്ട് അവർക്കിത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അവരുടെ ഒരു ID ബ്ലോക്ക് ചെയ്താൽ അവർ 10 ID വേറെ ഉണ്ടാക്കും. അതിനകത്ത് മിടുക്കന്മാരാണ് അവർ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയുന്ന ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് കേസുകൾ പിൻവലിക്കില്ല എന്നുള്ളതാണ്. ആ കേസുകൾ പിൻവലിക്കാനുള്ള ശ്രമം അത് പുതിയ വഴി തുറന്നു കൊടുത്തു CJPക്ക്. CJP അത്ര ആലോചിക്കാതെ നടത്തുന്ന ഒരു സമരമായിരുന്നില്ല ഇത്. എന്തുകൊണ്ടാണ് സ്ഥലത്തെ ഇത് ശനിയാഴ്ച തന്നെ ഉച്ചയ്ക്ക് തന്നെ ഈ സമരം അവസാനിപ്പിക്കാൻ കാരണം? വെള്ളിയാഴ്ച ഈ പറയുന്ന അഭിജിത്ത് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? അഭിജിത്ത് പറഞ്ഞത് പ്രധാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന മുദ്രാവാക്യത്തിലേക്ക് അദ്ദേഹം മാറി. ആ മുദ്രാവാക്യം ഈ പറയുന്ന ചെറുപ്പക്കാർക്കിടയിൽ പോയി കഴിഞ്ഞാൽ അവരെ മനസ്സിൽ അത് പതിയും, അവരത് ഏറ്റുവിളിക്കും. അത് അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി. അത് ഈ പറയുന്ന പോലെ മായ്ച്ചു കളയാനാകില്ല എന്ന് BJP തിരിച്ചറിഞ്ഞെടുത്തുനിന്നാണ് ഈ സമരം അവസാനിക്കുന്നത്. അതാണ് ശനിയാഴ്ച ഈ ഉച്ചയ്ക്ക് ഇത് അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ പറയുന്ന ജന്തർ മന്ദിറിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും അടുത്ത ദിവസം ഞായറാഴ്ച അതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രധാൻ
പോയില്ലെങ്കിൽ പ്രധാനമന്ത്രി പോകണമെന്ന എന്ന മുദ്രാവാക്യത്തിലേക്ക് ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ എത്തപ്പെട്ടപ്പോൾ അത് പരസ്യമായി പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഈ തീരുമാനങ്ങളുണ്ടാകുന്നു, ചർച്ചയുണ്ടാകുന്നു, തീരുമാനമുണ്ടാകുന്നു. ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ BJP തയ്യാറായും ചെയ്തു. അവിടെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തയ്യാറായി. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന CJP വെറുതെ വന്ന് ഈ മഴയിൽ കുരുത്ത് തകര പോലെ വന്ന് ഈ പരിപാടി നടത്തി പോകാൻ വന്നവരാണ് എന്ന് ഈ പറയുന്ന അമിത്ഷാ, മോദി അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള മറുപടിയാണിത്. അതുകൊണ്ട് ഈ വിജയം തന്നെയാണ്, ഇത് ആഘോഷിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം.